അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇന്നലെ CPM-ൻ്റെതായി പുറത്തു വരുന്ന ഒരു വാചകമുണ്ട്. ഇനി നമുക്ക് റൊട്ടേഷൻ ആകാം. CPM-ൻ്റെ രാജ്യസഭാ സീറ്റ് അതേപടി നിലനിർത്തുക, രണ്ടാമത്തേത് നമുക്ക് റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കാമെന്നാണ്. അതായത് ഇനി വരാനിരിക്കുന്ന നിയമസഭയിൽ എത്ര കണ്ട് സീറ്റ് CPM പിടിക്കുമെന്നത് മറ്റൊരു ചോദ്യമാണെങ്കിൽ പോലും റൊട്ടേഷൻ ആവാം, മാർഗനിർദ്ദേശമുണ്ടാക്കാം, മാർഗരേഖ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നൊരു ദുരവസ്ഥയുണ്ടല്ലോ. വല്യേട്ടൻ അക്ഷരാർത്ഥത്തിൽ ചെറുതാകുന്നു. അതിന് ചില മൈക്രോ കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ മാക്രോ മാത്രം ചർച്ച ചെയ്ത് മൈക്രോ കൂടി ചർച്ച ചെയ്യണം. ഞാൻ ഒരു ലോക്സഭാ സീറ്റിനെ പറ്റി പറയാം. കോട്ടയം ലോക്സഭാ സീറ്റ്, അവിടെ 2014 BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 5% വോട്ടാണ്. അന്ന് കേരളത്തിൽ BJPക്ക് ഏതാണ്ട് 12% വോട്ട് കിട്ടിയിട്ടുണ്ട്. 12% വോട്ട് 2014 കേരളത്തിൽ BJPക്ക് കിട്ടിയപ്പോൾ 5% വോട്ടാണ് കോട്ടയത്ത് കിട്ടിയത്. 2019 ആയപ്പോൾ അത് 17% വർദ്ധിച്ചു. അന്ന് 15-16% വോട്ടാണ് കേരളത്തിൽ BJPക്ക് കിട്ടിയത്. അതിലും മികച്ചു നിന്നു. ഇത്തവണ 19% വോട്ടാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ BJP, അതായത് BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ നിലവാരത്തിൽ നിൽക്കുകയാണ് കോട്ടയം ജില്ലയിലെ വോട്ട്. ഇത് നാം മനസ്സിലാക്കണം. കോട്ടയം ജില്ലയിൽ BJPയുടെ ഈ വളർച്ചയുടെ പിന്നിൽ ചില പ്രത്യേക സമുദായങ്ങൾ BJPയിലേക്ക് വല്ലാതെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ, അതായത് NDAയിലേക്ക് BJPയും NDA ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തെളിയിക്കുന്നതാണ്. ആലപ്പുഴയിലെ വോട്ടിംഗ് പാറ്റേണിലും അത് ദൃശ്യമാണ്. ആറ്റിങ്ങലിലെ വോട്ടിംഗ് പാറ്റേണിലും അത് ദൃശ്യമാണ്. അപ്പോൾ ചില സമുദായങ്ങൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ BJPക്കും NDAക്കുമെതിരെ പുറംതിരിഞ്ഞു നിന്ന ചില സമുദായങ്ങൾ ആലപ്പുഴയിലും കോട്ടയത്തും ആറ്റിങ്ങലിലുമൊക്കെ BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് വന്നിട്ടുണ്ട്. അവർ പലരും ചരിത്രത്തിലാദ്യമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് LDFൻ്റെ ക്ഷീണത്തിന് കാരണം. ഈ സമുദായങ്ങൾ LDFന് കാലാകാലം എന്ന് വെച്ചാൽ കേരള സംസ്ഥാനം ഉണ്ടായ കാലം മുതൽ LDFന് വോട്ട് ചെയ്യുന്നവരായിരുന്നു. അവരുടെ ഇടയിലേക്ക് BJPക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ആറ്റിങ്ങൽ, ആലപ്പുഴ, കോട്ടയത്തെ ഒക്കെ പോളിംഗ് പെർസെൻറ്റേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അധികം പ്രാധാന്യത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചില സമുദായങ്ങൾ CPM അവരുടെ സേഫായി കരുതിയ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി കരുതിയ ചില സമുദായങ്ങൾ തെക്കൻ ജില്ലകളിൽ പതുക്കെ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മലബാറിൽ അങ്ങനെ ഒരു മാറ്റമുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കാസർഗോഡിലെ വോട്ടിൻ്റെ വർധനവ്, കണ്ണൂരിലെ വോട്ടിൻ്റെ വർധനവ് ചില സൂചനകൾ നൽകുന്നുണ്ട്. കാരണം കണ്ണൂരിൽ ഏതാണ്ട് 1,19,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് 2.25 ലക്ഷം കടന്നു. അപ്പോൾ അവിടെയൊക്കെ ചില സൂചനകളുണ്ടെങ്കിലും ശക്തമായി പ്രകടമായിട്ടുള്ളത് തെക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തിലെ സാമുദായികമായ രാഷ്ട്രീയ ചിന്ത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം കുറേയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുമുന്നണിക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ കുറച്ചും കൂടി ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിന് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ തയ്യാറായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.